സാധാരണയായി ക്രിസ്മസ്, ഓണം അല്ലെങ്കിൽ ന്യൂ ഇയർ പോലെയുള്ള ആഘോഷങ്ങളുടെ സമയങ്ങളിൽ ഒരുപാട് രോഗികൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും പിന്നീട് ICUവിലും അഡ്മിറ്റ് ആവാൻ കാരണമാകുന്ന ഒരു കണ്ടീഷനാണ് ബിഞ്ച് ആൽക്കഹോളിക് ഡ്രിങ്ക് എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു സമയത്തിനുള്ളിൽ ശരീരത്തിന് മെറ്റബോളൈസ് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറം മദ്യം വളരെ വേഗത്തിൽ കഴിക്കുന്നതിന്. അത് പുരുഷന്മാരിൽ 5 ഡ്രിങ്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ, സ്ത്രീകളിൽ 4 ഡ്രിങ്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആണ് കണക്കാക്കുന്നത്. ഇത് എത്ര മദ്യം കഴിച്ചു എന്നതിനേക്കാളും കൂടുതൽ എത്ര സമയം കൊണ്ട് കഴിച്ചു എന്നതാണ് ഇവിടെ പ്രധാനം. സാധാരണഗതിയിൽ ഈ മദ്യം ആമാശയത്തിൽ നിന്നും അതുപോലെ ചെറുകുടലിൽ നിന്നും ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയും പിന്നീട് ലിവറിൽ വെച്ചിട്ട് മെറ്റബോളൈസ് ചെയ്യപ്പെടുകയും ചെയ്യും. പക്ഷെ ലിവറിന് ഒരു മണിക്കൂർ ഏകദേശം ഒരു ഡ്രിങ്കിനെ മാത്രമേ മെറ്റബോളൈസ് ചെയ്യാനുള്ള കഴിവുള്ളൂ. അപ്പോൾ ബിഞ്ച് ഡ്രിങ്കിൻ്റെ സമയത്ത് അധികം വരുന്ന ഈ മദ്യം ബ്ലഡിൽ കെട്ടിക്കിടക്കുകയും ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ പെട്ടെന്ന് ഉയരുകയും ചെയ്യും. ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. തുടക്കത്തിൽ ഈ മദ്യം ശരീരത്തിലെത്തുമ്പോൾ ശരീരത്തിലെ ഡോപ്പമിൻ്റെ എല്ലാം അളവ് കൂടുന്നത് കാരണം കുറച്ച് സന്തോഷവും അതുപോലെ ഒരു ഉന്മേഷവും എല്ലാം ഉണ്ടാവും. പക്ഷെ പിന്നീട് സാധാരണയായി ക്രിസ്മസ്, ഓണം അല്ലെങ്കിൽ ന്യൂ ഇയർ പോലെയുള്ള ആഘോഷങ്ങളുടെ സമയങ്ങളിൽ ഒരുപാട് രോഗികൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും പിന്നീട് ICUവിലും അഡ്മിറ്റ് ആവാൻ കാരണമാകുന്ന ഒരു കണ്ടീഷനാണ് ബിഞ്ച് ആൽക്കഹോളിക് ഡ്രിങ്ക് എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു സമയത്തിനുള്ളിൽ ശരീരത്തിന് മെറ്റബോളൈസ് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറം മദ്യം വളരെ വേഗത്തിൽ കഴിക്കുന്നതിന്. അത്